9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ 10ാമത്തെ പ്രോബ്ലമാണ്. പ്രോബ്ലം എങ്ങനെയാണ്? The lateral surface area of a prism with the base and equilateral triangle is 120 square centimeter. Okay, അതിൽ ഫസ്റ്റ് സബ്ക്വസ്റ്റ്യൻ എന്താ? What is the lateral surface area of the prism with the base a rhombus made by joining two such triangular prisms? Second one എന്താ? What is the lateral surface area of a prism with the base an isosceles trapezium made by joining three such triangular prisms? Third one, what is the lateral surface area of a prism with the base a regular hexagon made by joining six such triangular prisms? ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ പ്രിസം ഉണ്ട്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്ന് വിചാരിക്കാം, നമ്മുടെ കയ്യിലുള്ള പ്രിസം ഇങ്ങനെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ബേസസ് ആയിട്ടുള്ള ഒരു പ്രിസമാണ്. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൻ്റെ the lateral surface area of a prism with the base and equilateral triangle is 120 ആണ്. അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ എത്രയാണ്? 120 എന്ന് പറഞ്ഞാൽ 3 ലാറ്ററൽ ഫേസിൻ്റെ ആയിരിക്കും ഇതിന്. ആ 3 ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ 120 ആണ്. അപ്പോൾ ഒരു ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ എന്താ വരിക അല്ലേ? ഈ 1 ലാറ്ററൽ ഫേസ് ഏരിയ എന്ത് വരും? 120/3 എന്ന് വരും. എത്ര വരും? 40. അത് ഒരു ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ 40 ആണ് വരിക. അത് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് സപ്പോസിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്താ ചോദിക്കുന്നത് പറയണവർ, വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് ദ പ്രിസം വിത്ത് ബേസ് ആൻഡ് റോംബസ് മെയ്ഡ് ബൈ ജോയിനിങ് ടു സച്ച് ട്രയാങ്കുലർ പ്രിസംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റോംബസ് കണ്ടോ? ഓക്കെ, ഒരു റോംബസ് കിട്ടും അല്ല, എല്ലാ സൈഡ് ഈക്വലാറ്റർ റോംബസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആ പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ എന്താ വരികയെന്ന ചോദ്യം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര ലാറ്ററൽ ഫേസ് ഉണ്ടായിരിക്കും? 1 2 3 4 4 ലാറ്ററൽ ഫേസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഒരു ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ 40 ആണ്. അപ്പോൾ 4 ലാറ്ററൽ ഫേസ് വരുമ്പോൾ എന്ത് വരും? ഒന്നാമത്തെ ആൻസർ 4 × 40. ഓക്കെ, 160 cm² ആണ് ഒന്നാമത്തെ ആൻസർ. ഇനി വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയം മേഡ് ബൈ ജോയിനിങ് 3 സച്ച് ട്രയാങ്കുലർ പ്രിസംസ്? പിന്നെ 3 വയ്ക്കുമ്പോൾ എന്ത് വരും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3 ട്രയാങ്കുലർ അല്ല സോറി 3 ഈക്വൽ ട്രയാങ്കിൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രപ്പീസിയം കിട്ടും ബേസ് ആയിട്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ എന്ത് വരിക? എത്ര ലാറ്ററൽ ഫേസ് വരും അവിടെ? 1 2 3 4 5 വരും. അപ്പോൾ ഒരു ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ 40 ആകുമ്പോൾ 5 × 40 5 × 40 200 ആണ്. cm² ആണ് എന്ത്? രണ്ടാമത്തെ ആൻസർ വരിക. ഇനി മൂന്നാമത്തത്, വാട്ട് ഈസ് ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് എ റെഗുലർ ഹെക്സഗൺ മെയ്ഡ് ബൈ ജോയിനിങ് 6 സച്ച് ട്രയാങ്കുലർ പ്രിസംസ്? അങ്ങനെ 6 വയ്ക്കുമ്പോഴോ അല്ലേ? ഇങ്ങനെ വരും ഏകദേശം. ഓക്കെ, അപ്പോൾ എത്ര ലാറ്ററൽ ഫേസസ് വരും? 1 2 3 4 5 വരും. ശരിയല്ലേ? 1 2 3 4 5 സോറി 5 അല്ല 6 വരും. ഹെക്സാഗൺ അല്ലേ? ഓക്കെ, ഒന്ന് 2 3 4 5 6. അപ്പോൾ 6 × 40 240 cm² ആണ് വരിക. അത് 160. ഒന്നാമത്തെ ആൻസർ 160 cm², രണ്ടാമത്തെ ആൻസർ 200 cm², മൂന്നാമത്തെ ആൻസർ 240 cm². ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. താങ്ക് യു.